കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലും പടർന്നു പിടിക്കുന്ന മാരകമായ ലൈംഗിക വൈകൃതങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് ടാഗ് ലൈവ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം പ്രവണതകളെ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ മറ്റൊരു കേരളം വൈകാതെ നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി ഉയരും. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ പോലുള്ള വൻ നഗരങ്ങളിൽ കാണപ്പെടുന്ന ക്രോസ് മസാജ് ബിസിനസ് കേരളത്തിലും പടർന്നു പിടിക്കുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പുരുഷന്മാർക്ക് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഫുൾ ബോഡി മസാജ് ചെയ്തു കൊടുക്കുന്ന യൂണിസെക്സ് മസാജ് പാർലറുകൾ ഈയിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഏതാണ്ട് പരസ്യമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ഈ കേന്ദ്രങ്ങളിൽ കൂടുതലായി എത്തിപ്പെടുന്നത്. ഉഴിച്ചിൽ ജോലിക്കുള്ള പരിശീലനത്തിന്റെ പേരിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളെ പിന്നീട് ക്രോസ് സെക്സ് മസാജിന് പ്രേരിപ്പിക്കുകയും ലൈംഗിക പ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. 4000 രൂപ മുതൽ ഈടാക്കിക്കൊണ്ടുള്ള മസാജിങ്ങിന് ശേഷം ഹാപ്പി എൻഡ് എന്ന പേരിൽ ലൈംഗിക വേലകൾക്ക് പ്രേരിപ്പിക്കുകയാണ് ഈ സെന്ററുകളിൽ ചെയ്യുന്നത്. നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ വെച്ച് കേരളത്തിലെ ചില 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിൽ പുരുഷന്മാർക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യുന്ന സമ്പ്രദായം നേരത്തെയുണ്ട്. വൻ നഗരങ്ങളിലെ ചില മാളുകളിലും ഇവ നടക്കുന്നുണ്ടെങ്കിലും സെക്സ് ഇല്ലാതെയാണ് ഇവ നടന്നു വന്നിരുന്നതെന്നാണ് അറിവ്. എന്നാൽ ഇപ്പോൾ കൊച്ചി കേന്ദ്രമായി ആരംഭിച്ച ഒരു സ്ഥാപനം പല നഗരങ്ങളിലും ബ്രാഞ്ചുകൾ തുറക്കുകയും പരസ്യ ബോർഡുകൾ വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ചെന്നാൽ മതി. മലയാളി പെൺകുട്ടികളെ വെച്ചാണ് ഇവരുടെ ബിസിനസ് എന്നതാണ് പ്രത്യേകത. കോഴിക്കോട്ടും ചാലക്കുടിയിലും ഈയിടെ ഇവരുടെ ശാഖകൾ തുറന്നുവെങ്കിലും ഇവ പോലീസ് ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു. പോലീസ് ഇടപെടുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഇവരുടെ രീതി. എന്നാൽ ഫോൺ നമ്പറുകളിൽ മാറ്റം ഉണ്ടാകാറില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ തേനി സ്വദേശിയായ രതീഷ് എന്നൊരാളുടെ പേരിൽ സ്പാ നടത്താനുള്ള ലൈസൻസ് എടുത്താണ് ക്രോസ് മസാജിങ്ങും അതിന്റെ മറവിൽ പരസ്യമായ ലൈംഗിക ആഭാസങ്ങളും നടക്കുന്നത്. ഒരു ലൈസൻസ് വെച്ച് ഇയാൾ പല ബ്രാഞ്ചുകൾ നടത്തുന്നുണ്ട്. എറണാകുളം ലിസി ജംഗ്ഷനിലെ ഒരു സെന്റർ ഈയിടെ പോലീസ് ഇടപെട്ട് അടപ്പിച്ചെങ്കിലും ഇപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പെൺകുട്ടികളുമായി ഹൈ ക്ലാസ് കസ്റ്റമേഴ്സിന് ഇടപഴകാൻ വീക്കെൻഡ് പാർട്ടികളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. 20,000 രൂപയാണ് ഇതിന്റെ ചാർജ്. ബാംഗ്ലൂർ, ചെന്നൈ നഗരങ്ങളിൽ ക്രോസ് മസാജ് സെന്ററുകൾ ഉണ്ടെങ്കിലും ഇത്രയും പരസ്യമല്ല. പത്രങ്ങളിലെ ക്ലാസിഫൈഡ് പരസ്യങ്ങളിലൂടെയാണ് ഇവർ കസ്റ്റമേഴ്സിനെ പിടിക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ പല മാളുകളിലും സമീപകാലത്തായി പരസ്യമായി ബ്യൂട്ടി പാർലറുകൾ പോലെ മസാജ് പാർലറുകൾ വഴിയുള്ള സെക്സ് വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. തായ്ലൻഡ് അടക്കം സെക്സ് ടൂറിസം വ്യാപകമായ നാടുകളിൽ കാണപ്പെടുന്ന ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിലേക്കും മറയില്ലാതെ കടന്നു വരികയാണ്. ഹലോ, ഞാൻ ഓൺലൈനായിട്ട് ഒരു പരസ്യം കണ്ടിട്ട് വിളിക്കുവാണേ, ഒരു ബോഡി മസാജിനെ പറ്റിയൊക്കെ. ഓക്കെ, ഹലോ, ഏജ് എത്രയാണ്? എനിക്ക് 26 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതെവിടെ സ്ഥലം എവിടെയായിരുന്നത്? നടക്കാവ് പറഞ്ഞല്ലേ. അപ്പം ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റും പറയാമോ? ലൊക്കേഷൻ വാട്സപ്പിലയക്കാം. ഓക്കെ, വരുന്നുണ്ടല്ലേ? ഇന്ന് നോക്കട്ടെ. നടക്കാവ് എത്ര മണിട്ടാണ് ഡ്യൂട്ടി ടൈം കാര്യങ്ങൾ? ഇപ്പം വൈകുന്നേരത്തേക്ക് മതി. വൈകുന്നേരത്തേക്കാണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, വൈകുന്നേരം ടൈം കൂടി ഒരു സമയം ഞാൻ വിളിക്കും. ഈ നമ്പർ ഏതായാലും കോണ്ടാക്ട് ചെയ്തേ. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് എനിക്ക് നമ്പർ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഓക്കെ, എന്നിരുന്നാലും ശരി, ഞാൻ വൈകുന്നേരത്തേക്ക് കൂടി വിളിച്ചേക്കാം. റേറ്റും കാര്യങ്ങളൊന്നും പറയാമോ? കൺഫേം ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ? 1500. ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കൗണ്ട് ഇട്ടാണ് പറഞ്ഞേ. നോക്കാം. ഓക്കെ, ശരി, ഈ നമ്പർ ഞാൻ വിളിച്ചേക്കാം തീർച്ചയായും. ദുബായ് പോലുള്ള നഗരങ്ങളിൽ വ്യാപകമായ ചൈനീസ് മസാജ് സെന്ററുകളെ പോലെ ഇവിടെയും സ്ഥാപനങ്ങൾ തുടങ്ങി എങ്ങനെയും പണം ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ തൊഴിൽ തേടി അലയുന്ന നിരവധി പെൺകുട്ടികളാണ് ഇവരുടെ വലയിൽ വീണ് ഭാവി ജീവിതം നശിപ്പിക്കുന്നത്.
ഒരിക്കൽ ഇവരുടെ വലയിൽപ്പെട്ടു പോയ പെൺകുട്ടികൾക്ക് പിന്നീട് രക്ഷപ്പെടാൻ കഴിയാറുമില്ല.